ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ആപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. ബീറ്ററും അതുപോലെ തന്നെ ഓവനൊന്നും ഇല്ലാതെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം രാത്രിയാണ് കേട്ടോ. മുജുക്ക പണി കഴിഞ്ഞ് വന്നിട്ട് നേരെ മീൻ പിടിക്കാനായിട്ട് പോയി. എന്നിട്ട് കിട്ടിയൊരു മീനാണ് കേട്ടോ. ഇത് മൊയ്യാണ്. ഇതിന് നിങ്ങളെന്താണ് പറയുകയെന്നറിയില്ല. ഞങ്ങൾ മൊയ്യ് എന്നാണ് കേട്ടോ പറയുക. മുഷു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ കറക്റ്റ് പേര് എന്നൊന്നും അറിയില്ല. എന്തായാലും നല്ലൊരു വലിയൊരു മീനായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ജീവനോടൊക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ചൂണ്ടയിലാണ് പിടിച്ചത് കേട്ടോ. അപ്പോൾ ചൂണ്ടയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 2 ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ചാടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മൂടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു കന എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ വെച്ചത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് റൈമോൾക്ക് സ്കൂളില്ല. അപ്പോൾ ഇന്ന് കുറച്ച് വൈകിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൾക്ക് എന്തോ ടീച്ചേഴ്സിൻ്റെ എന്തോ പ്രോഗ്രാമൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അവർ വേറെ എവിടേക്കോ ചെന്നൈക്ക് എവിടെയോ പോകുന്നത് കൊണ്ട് ഫസ്റ്റും സെക്കൻഡും സ്റ്റാൻഡേർഡിൽ നിന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇഡലിക്കുള്ള മാവയ്ക്ക് ഒന്ന് കൂട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ സോഡാപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ച മാവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുമല്ലോ എന്ന് കരുതി. അങ്ങനെ ഇനി ചട്നി ഉണ്ടാക്കാനുള്ള തേങ്ങയും ഉള്ളിയും അതുപോലെ തന്നെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ചട്നി അരയ്ക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ഇഡ്ഡലിക്ക് ചട്നി തന്നെയുള്ളൂ. പിന്നെ തലേ ദിവസത്തെ മീൻകറി ഉണ്ട് കേട്ടോ. റൈമോൾക്ക് ചട്നിയൊന്നും അധികം പറ്റില്ല. അപ്പോൾ അവൾ മീൻകറി വെച്ചിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ ചട്നി താളിക്കാനായിട്ട് പോവുകയാണ്. താളിക്കാനുള്ള വെളിച്ചെണ്ണയും അതുപോലെ കടുകും കറിവേപ്പിലേക്ക് ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്തു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇഡ്ഡലി ഒന്ന് ആവി കയറ്റാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്നാക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ റൈമോള് ഇരുന്ന് കഴിക്കുന്നുണ്ട്. തനിമോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ഒന്ന് കഴിച്ചിട്ട് അങ്ങനെ കണ്ണിലൊക്കെ വെച്ച് തേച്ച് അവൾ അവിടെ നിന്ന് എണീറ്റിട്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. കഴുകി കൊടുത്ത് അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് ഇരുന്ന് കളിക്കുന്ന സീനാണ് അത്. വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ കുടിക്കാനല്ല കേട്ടോ അവൾ എടുക്കുക. അതിൽ കൈയിട്ട് ഒഴിച്ച് പരത്തി അങ്ങനെ കളിക്കുകയാണ് ചെയ്യുക. പിന്നെ അവളടുത്ത് നിന്ന് പോയി വാങ്ങാനും പറ്റില്ല കേട്ടോ. പോയി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരേ ബഹളമായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് നീറ്റ് അടുത്തത് എവിടെ വന്നിരിക്കുകയാണ്. എൻ്റെ ഫോണ് കിട്ടിയപ്പോൾ അതെടുത്തിട്ട് ഇരുന്ന് കളിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഫോൺ അധികം കൊടുക്കലില്ല. റൈമോള് കണ്ടപ്പോൾ ലോക്ക് തുറന്ന് കൊടുത്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇരുന്ന് കളിക്കുന്ന സീനാണ് കേട്ടോ. ഞാൻ ചെന്നപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ ഫോണ് വാങ്ങാനാണ് ഞാൻ ചെന്നത് എന്നും കരുതിയിട്ട് അവൾ മാറ്റി പിടിച്ചിട്ട് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. തരില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കരയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചോറ് അടുപ്പത്താവുന്നുണ്ട്. ഇനിയിപ്പോൾ വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എണ്ണയിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നന്നായി വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരടുപ്പിൽ ഞാൻ പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയായി കിട്ടാനായിട്ടാണ് ഇതുപോലെ ചൂടുവെള്ളത്തിലാക്കിയെടുക്കുന്നത്. അങ്ങനെ വെണ്ടയ്ക്ക കറിയൊക്കെ ആക്കിയെടുത്തു. ഇനിയിപ്പോൾ അവരല്ലേ അത് ഉപ്പേരി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള എല്ലാം തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പേരിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം എണ്ണയിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇനിയിപ്പോൾ എല്ലാം തന്നെ കിച്ചണൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ എല്ലാം തന്നെ ഒതുക്കി വെച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ വേസ്റ്റും എല്ലാം തന്നെ മാറ്റിയതിന് ശേഷം എല്ലാം തന്നെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഇപ്പോൾ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ കേക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. 2 ദിവസം മുന്നേ എടുത്തു വെച്ച റെസിപ്പിയാണ്. അപ്പോൾ ഇന്നാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി കേട്ടോ. അപ്പോൾ ഇതാ 2 മീഡിയം സൈസിലുള്ള ആപ്പിളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പഴുത്ത ആപ്പിളാണ്, കളറൊക്കെ ഉള്ള ഒരു ആപ്പിളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതൊക്കെ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ആ നടുകുള്ള കുരുവും ഇതൊക്കെ അല്ലേ എല്ലാം ഒന്ന് ചെത്തിക്കളയേണ്ടതുണ്ട് കേട്ടോ. കളഞ്ഞിട്ട് വേണം ഇതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ആപ്പിൾ എടുക്കുന്ന സമയത്ത് കറുത്ത് പോകാനായിട്ട് പാടില്ല കേട്ടോ. കുറേ നേരം അരിഞ്ഞ് വെക്കാനായിട്ട് പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അരിഞ്ഞതും നമ്മൾ റെഡിയാക്കാനായിട്ട് നിൽക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ആപ്പിളിൻ്റെ കളറ് മുഴുവനായിട്ട് മാറിപ്പോകും കേട്ടോ. ഒരു ബ്രൗൺ കളറായി മാറും. അങ്ങനെ ആപ്പിളൊക്കെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഓണാക്കിയതിന് ശേഷം അതിലോട്ട് ഇതാ ആപ്പിൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം മതി, ഒരു പിടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പഞ്ചസാര മാത്രം മതി ഇതിലേക്ക്. അഡീഷണൽ വെള്ളവും ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ അടച്ച് വെച്ചുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നല്ല വെള്ളം വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 5 മിനിറ്റ് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു കണ്ടോ, അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ നിന്നും. പിന്നെ ആപ്പിൾ വെന്തിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി ഒന്ന് ആവേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഈ ആപ്പിളിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ബ്രൗൺ കളറായി മാറും കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിത് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ആയോ എന്ന് നോക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് തണുക്കണം, അതിനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിനുള്ള ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മാത്രം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വല്ല ഫോർക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ ഇല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ മുട്ടയും അതുപോലെ വാനില എസൻസൊക്കെ നന്നായി തന്നെ ഒന്ന് അടിഞ്ഞ് കിട്ടണം, നന്നായി തന്നെ മിക്സായി കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 3 കറാമ്പൂ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തന്നെ അടിച്ചെടുക്കാം. ഇതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാരയൊക്കെ നന്നായി തന്നെ ഇതിൽ കടന്ന് അലിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമുക്കിത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ പഞ്ചസാര മുഴുവനായിട്ടും തന്നെ അലിഞ്ഞ് കിട്ടണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ 1/4 കപ്പ് അളവിലുള്ള തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തൈരും എല്ലാം തന്നെ നന്നായി മിക്സ് ആവുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. 1/4 കപ്പ് അളവിലുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓയിൽ മിക്സ് ആക്കുന്ന സമയത്ത് നന്നായി തന്നെ ഓയിൽ ഇതിൽ മിക്സ് ആവണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എണ്ണയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് പോലെ കാണാം. അതായത് കറക്റ്റായിട്ട് സോഫ്റ്റായി കിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായി തന്നെ മിക്സ് ആയതിന് ശേഷം മാത്രം ഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു അരിപ്പ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി മൂന്ന് വട്ടം അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല കേട്ടോ. അതായത് കേക്ക് പൊന്താതെ വരിക അങ്ങനെയൊന്നും വരില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3 തവണയായിട്ട് ഇതുപോലെ ഞാൻ അരിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണ ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് വരും എഗ്ഗ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ എഗ്ഗ് ഒരുപാട് താന്ന് പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മുഴുവൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ഇളം ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ എണ്ണ നന്നായി തന്നെ തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പാത്രം എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടായിട്ടുള്ളത് അതുപോലുള്ളൊരു പാത്രം എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ ആപ്പിൾ വേവിച്ച് വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിയിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നേരത്തെ ആക്കി വെച്ച ബാറ്ററിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ആപ്പിൾ മുഴുവനായിട്ടും മിക്സാക്കി കൊടുക്കുക ഈ ബാറ്ററിലേക്ക്. ഇനി ഇത് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കുന്ന ആ പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലുള്ളൊരു പാത്രം ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ റിങ് വെച്ചിട്ട് ബാറ്ററി ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മൂടി വെച്ച് കൊടുത്തിട്ട് നല്ല കനത്തിനായിട്ട് ഞാനൊരു ചെറിയൊരു ഉരലില്ലേ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 35 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇതുപോലെ പൊന്തിയും താന്ന് നിൽക്കുന്നത് കണ്ടോ. ഇത് ബേക്കിംഗ് പൗഡർ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്താത്തതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പൊടി അരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു 3 തവണ അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ല കേട്ടോ. പിന്നെ ഇത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളൊന്നും സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായി തന്നെ ചൂടാറിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് വിടുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ. പിന്നെ ഇത് ചൂടാറാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. റേമോൾ ഇത് കേക്ക് മുറിച്ചതായോ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളാണ് കേട്ടോ കേക്ക് മുറിക്കുക. ഞാൻ തന്നെ മുറിക്കാമെന്ന് പറഞ്ഞിട്ട് അവളാണ് കേട്ടോ കേക്ക് മുറിച്ചെടുത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയാൻ വയ്യ കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ഒരിക്കലും നിങ്ങൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ മിസ്സാക്കരുത് എന്ന് തന്നെ പറയാം. പിന്നെ ആപ്പിൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് കേക്കാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയാം കേട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ട് തരാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.